ഇപ്പോൾ കഴിഞ്ഞ 3-ാം തീയതി കണ്ണൂർ സർവകലാശാലയിലെ ഫാക്കൽറ്റി ഡീൻമാരുടെ നോമിനേഷൻ്റെ ലിസ്റ്റ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്ന് ഇത്തരമൊരു ലിസ്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ പറയാൻ കാരണം പ്രധാനമായിട്ട് സാധാരണ നടപടിക്രമം എന്ന് പറയുന്നത് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിലും ആക്റ്റിലും പറഞ്ഞിട്ടുള്ളത് സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ പ്രൊഫസർമാരായിട്ടുള്ള HODമാരായിട്ടുള്ള യോഗ്യതയുള്ള ആളുകൾ അവരെയാണ് ഡീനായിട്ട് പരിഗണിക്കേണ്ടത് എന്ന് കൃത്യമായി തന്നെ ആക്റ്റിലും സ്റ്റാറ്റ്യൂട്ടിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കണ്ണൂർ സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ അത്തരത്തിൽ യോഗ്യതയുള്ളവരില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രമാണ് മറ്റ് സർവകലാശാലകളിൽ നിന്നുള്ളവരെയോ, അതും ഇതിൻ്റെ ക്ലോസ് ആയിട്ട് പറയുന്നുണ്ട്, എക്സ്പേർട്ടായിട്ടുള്ളവരെ മറ്റുള്ള മേഖലയിൽ നിന്ന് നിയമിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ ആകെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ HODമാരായിട്ടുള്ള പ്രൊഫസർമാരായിട്ടുള്ള ഒരാൾ പോലും ഈ ഡീൻമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. ഇവിടുത്തെ അധ്യാപക സമൂഹത്തെ ആകെ തന്നെ അവരുടെ യോഗ്യതയെയും അല്ലെങ്കിൽ അവരുടെ പഠന രംഗത്തുള്ള അവരുടെ മികവിനെയും ഒക്കെ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് പോലെയുള്ള ഒരു തീരുമാനമാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് സിൻഡിക്കേറ്റിനകത്ത് പ്രമേയമായിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇടപെടൽ, കണ്ണൂർ സർവകലാശാലയിലെ പ്രൊഫസർമാരായിട്ടുള്ള ആളുകളുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റ് ചാൻസലറുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ചാൻസലർ നിയമിക്കണമെന്ന് പറയുന്നത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് വൈസ് ചാൻസലർ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിൽ ചാൻസലറെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യപരമായിട്ടുള്ള ഒരു രീതി ഇക്കാര്യത്തിൽ പുലർത്താൻ വൈസ് ചാൻസലർക്ക് സാധിച്ചിട്ടില്ല എന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിട്ടുള്ളത് ഈ ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റ് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചില പ്രയോറിറ്റീസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്നടക്കം, വൈസ് ചാൻസലർ നൽകിയിട്ടുള്ളത് എന്നുള്ള അടക്കം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ നിയമപരമായിട്ട് ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ പ്രതിഷേധ പ്രമേയം നമ്മൾ യോഗത്തിനകത്ത് പാസ്സാക്കിയിട്ടുണ്ട്. ആ പാസ്സാക്കിയ പ്രമേയം ബഹുമാനപ്പെട്ട ചാൻസലർക്ക് ഉൾപ്പെടെ അയച്ചു കൊടുക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിയമപരമായിട്ട് എങ്ങനെയാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ള വിഷയവും പരിശോധിക്കുന്നുണ്ട്. ഈ ഇറങ്ങിയ ഡീൻമാരുടെ ലിസ്റ്റ് മരവിപ്പിക്കണമെന്നും ജനാധിപത്യപരമായിട്ട് ഫാക്കൽറ്റി ഡീൻമാരെ നിയമിക്കാനുള്ള നടപടി ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്നുമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ ആരോപണം ഉന്നയിച്ചതുപോലെ ഈ RSS ആളുകൾ തന്നെയാണോ ഇത്തരത്തിൽ ഡീൻമാരായി ഇപ്പോൾ ഈ വന്നിട്ടുള്ള ലിസ്റ്റിലുള്ളത്? അതിൽ വൈസ് ചാൻസലർ ഇന്ന് വിശദീകരിക്കുമ്പോഴും പറഞ്ഞ ഒരു കാര്യം, വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ ആണ് വരേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ വന്ന ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പെർട്ടൈസ് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നവർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം നേരത്തെ നമ്മൾ പറഞ്ഞ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീനിൻ്റെതാണ്. കണ്ണൂർ സർവകലാശാലയിലെ നിലവിലുള്ള പ്രൊഫസറുടെ എക്സ്പെർട്ടൈസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്രയോ കുറഞ്ഞ എക്സ്പെർട്ടൈസ് ഉള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ നമ്മുടെ ഇവിടുത്തെ ചെയർമാനായിട്ടുള്ള ആളുടെക്കാളും എത്രയോ എക്സ്പെർട്ടൈസ് കുറഞ്ഞ ഒരാളാണ് ഇപ്പോൾ ഇവിടെ ഡീനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതും അതുപോലെ മറ്റ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരാൾ ഇതിനകത്ത് ഡീനായിട്ട് വന്നിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരാൾ ഡീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം വരാനുള്ള അതിൻ്റെ നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ BJP സംഘപരിവാറുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇപ്പോൾ സായി ഡയറക്ടർ അദ്ദേഹം 1 മാസത്തിനകം വിരമിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരെ ഇതിനെ കൊണ്ടുവരുന്നതുകൊണ്ട് സർവകലാശാലയ്ക്ക് ഒരു പ്രയോജനം എന്താണ് ഉണ്ടാകുന്നത്? 1 മാസത്തിനകം റിട്ടയർ ചെയ്യുന്ന ഒരാളെ ഡീനായിട്ട് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു ഗുണം ഉണ്ടാകുന്നത്? അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ ഒരു BJP ബന്ധം തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.
ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിനു ശേഷവും ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങൾ തന്നെയാണ് അടുത്ത ഗവർണറും ആ രീതിയിലുള്ള നീക്കം തന്നെയാണോ നടത്തുന്നത്? ഞങ്ങൾ ഗവർണർ മാറിയ സാഹചര്യത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു ജനാധിപത്യപരമായി സർവകലാശാലകളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള സമീപനം ദൗർഭാഗ്യവശാൽ ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചാൻസലറുടെ ഓഫീസിനെ ചാൻസലറെ ബോധ്യപ്പെടുത്തുവാനുള്ള ചുമതല ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കുണ്ട്. അത് നിർവഹിക്കുന്നതിൽ അദ്ദേഹവും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി എന്ന് ഞങ്ങൾ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു പരിധിക്കപ്പുറം ചില കാര്യങ്ങൾ ഇടപെടാൻ പരിമിതിയുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, SFI വലിയ തോതിലുള്ള ഒരു സമരമൊക്കെ നടത്തിയത് ഈ പരീക്ഷ MA ഹിസ്റ്ററി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മാങ്ങാട്ടിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഇന്നത്തെ സിൻഡിക്കേറ്റിൽ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവിലുള്ള കാര്യങ്ങൾ കുറിപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പഠന വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു റീഷഫ്ലിങ് അത് കഴിഞ്ഞ നാക്ക് വിസിറ്റിൻ്റെ ഭാഗമായി തന്നെ അവർ സൂചിപ്പിച്ച ഒന്നാണ്. നമ്മളെ കണ്ണൂർ സർവകലാശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൾട്ടി ക്യാമ്പസാണ്, മറ്റ് സർവകലാശാലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു റീഷഫ്ലിംഗ് വേണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി പഠിച്ചിട്ട് മാത്രമേ നിർവഹിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ അശോക് മാഷ് കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയെ ഇന്ന് വെച്ചിട്ടുണ്ട്. മെയ് 25-നകം തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പഠന വകുപ്പുകളുടെ മാറ്റം സംബന്ധിച്ച് ഉണ്ടാവുക. അതെ. അല്ല, അങ്ങനെയല്ല. അത് മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ളവർ വരാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ നോക്കുക, ലിസ്റ്റിനകത്ത് ഈ കണ്ണൂർ സർവകലാശാലയിലെ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിനും കൊള്ളാത്തവരാണോ കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപക സമൂഹം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. അതിൽ 1-2 പേരെങ്കിലും ഈ ലിസ്റ്റിനകത്ത് ഈ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് വന്നിട്ടുണ്ട്. മറ്റുള്ളിടത്തു നിന്നുള്ളവർ വന്നേ കൂടാന്നില്ല. മുമ്പ് വന്നിട്ടുണ്ട് എന്ന് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നുകൂടാ എന്നുള്ള ഒരു നിലപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെയുള്ളവരെ പരിഗണിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വൈസ് ചാൻസലർ തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ലിസ്റ്റിൽ നിന്ന് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ എന്താ കൺസൾട്ടേഷൻ? വൈസ് ചാൻസലറുമായിട്ട് കൺസൾട്ടേഷൻ എന്താ? ഇനി അതല്ല, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ അദ്ദേഹം ആ കൊടുത്ത ലിസ്റ്റിൽ അദ്ദേഹം എന്തെങ്കിലും പ്രയോറിറ്റി ആക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വൈസ് ചാൻസലർ അതെ, പക്ഷേ സിൻഡിക്കേറ്റിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ. ആ അവകാശം ഞങ്ങൾ ഉപയോഗിച്ചത്. അല്ല, അത് മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിയമപരമായിട്ട് എന്താ ചെയ്യാൻ ആലോചിക്കാം. മറ്റ് അധ്യാപക സംഘടനകൾ, ഒരു സർവകലാശാലയിലെ അധ്യാപക സമൂഹത്തെ അവരെ വിശ്വാസത്തിലെടുക്കാതെ വീണ്ടും ഇപ്പോൾ നാക്ക് അക്രഡിറ്റേഷൻ്റെ നടപടികളിലേക്ക് സർവകലാശാല പോകേണ്ട ഒരു സന്ദർഭമാണ്. നമ്മൾ A+ ഗ്രേഡിലേക്ക് എത്തണം. ആരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്? അത് ഇവിടുത്തെ അധ്യാപക സമൂഹമാണ്. നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അധ്യാപകരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. നേരത്തെയും പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് അവരാണത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു നടപടിയിലേക്ക് പോകുന്നത് സർവകലാശാലയുടെ ഭാവി പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇടതുപക്ഷം വലതുപക്ഷം നോക്കിയിട്ടല്ല ഞങ്ങൾ ഇവിടെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പരിശോധിക്കുന്നു.